കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡി-സോൺ കലോത്സവത്തിനിടെ മാള ഹോളി ഗ്രേസ് കോളേജിൽ SFI നേതാവ് ആശിഷിനെ മർദ്ദിച്ച സംഭവത്തിൽ KSU പ്രവർത്തകർ അറസ്റ്റിലായി. തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ അടക്കം 3 പേരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ആശിഷിനെ മർദ്ദിച്ച KSU നേതാവ് ആരോണിനെ SFI പ്രവർത്തകർ വളഞ്ഞിട്ട് തല്ലി. ഇന്നലെ രാത്രി ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് ഹോസ്റ്റലിന് മുന്നിൽ വെച്ചാണ് SFI പ്രവർത്തകർ സംഘം ചേർന്ന് ആരോണിനെ മർദ്ദിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ആരോണിനെ തൃശൂർ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിനു പിന്നാലെ KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ, സംസ്ഥാന ട്രഷറർ സച്ചിൻ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സുദേവ് എന്നിവർ മാള പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. സംസ്ഥാന നേതാവിന്റെ ആഹ്വാനപ്രകാരമാണ് SFI പ്രവർത്തകർ കലോത്സവം അലങ്കോലപ്പെടുത്തിയതെന്ന് MSF ആരോപിച്ചു. KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് ഗോകുലിനെയോ KSUവിനെയോ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ അനുവദിച്ചുകൂടാ എന്ന് പറയാനാണ് MSF ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒറ്റതിരിഞ്ഞ് KSUവിനെ ആക്രമിച്ച് ഏതെങ്കിലും ചില ദൃശ്യങ്ങളിലെ ഭാഗങ്ങൾ കാണിച്ചുകൊണ്ട് ആക്രമിച്ചു കളയാൻ വേണ്ടി കഴിയില്ല. സോണൽ കലോത്സവങ്ങൾ മുഴുവൻ ഇത്തരത്തിൽ കലകളെ രക്തക്കറകളുള്ള ഇടങ്ങളാക്കി മാറ്റാൻ SFI നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് തൃശൂർ കലോത്സവത്തിൽ സംഭവിച്ചിട്ടുള്ളത്. സംഘർഷത്തിൽ പരിക്കേറ്റ KSU പ്രവർത്തകരെ കൊണ്ടുപോയ ആംബുലൻസ് ആക്രമിക്കപ്പെട്ടു എന്ന വാദം തള്ളുന്ന ചിത്രങ്ങൾ SFI പുറത്തുവിട്ടു. ആംബുലൻസിനുള്ളിൽ വെച്ച് KSU നേതാക്കളെടുത്ത സെൽഫിയാണ് SFI പുറത്തുവിട്ടത്. ആംബുലൻസിനുള്ളിൽ പരിക്കേറ്റവരല്ല ഉണ്ടായിരുന്നതെന്ന് SFI പറയുന്നു. 24 തൃശൂർ.